ഈ പാക്കറ്റ് എനിക്കൊരു ഡസ്റ്റ്ബിന്നിൽ കളയണം. എനിക്കിത് വീട്ടിലും കൊണ്ടുപോകണ്ട, എനിക്കിത് റോട്ടിലിടാനും താല്പര്യമില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൂടെ നമുക്കൊന്ന് നടന്നു നോക്കാം. ഇവിടെ ഞാൻ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണുള്ളത്. ഒരു ഡസ്റ്റ്ബിൻ, അറ്റ്ലീസ്റ്റ് 1 ഡസ്റ്റ്ബിൻ എങ്കിലും ഒരാൾ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇതാ എൻ്റെ കണ്ണ് ചലിക്കുന്നത് പോലെയാണ് ഈ ക്യാമറയും ചലിക്കുന്നത്. എവിടെയും ഡസ്റ്റ്ബിൻ ഇല്ല. ഞാനിതാ തപ്പുകയാണ്. എവിടെ ഇത് കളയാൻ എവിടെയെങ്കിലും, എനിക്കിത് എവിടെയെങ്കിലും കളയണം ഈ ഡസ്റ്റ്ബിൻ. ഞാനിപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണല്ലോ. സോറി കേട്ടോ, ഇത് തമിഴ്നാടിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ കേരളത്തിൻ്റെ ആളെടുത്ത് ചോദിക്കാം. അപ്പോൾ ഇതാ നമ്മൾ നടത്തം ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഡിസ്റ്റൻസ് നടന്നിട്ടും എനിക്കൊരു ഡസ്റ്റ്ബിന്ന് പോലും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇത് ഞാൻ എവിടെ കളയും? ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകണോ വേണ്ടത്, അതോ ഞാനിവിടെ റോട്ടിലിടണോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നിസ്സാരപ്പെട്ട സംഗതിയല്ലേ. ഇതൊരിക്കലും നിസ്സാരപ്പെട്ട സംഗതിയല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. തിരുവനന്തപുരത്തെ ആമഴിയഞ്ചാൻ തോട്ടിൽ ജോയ് മരിച്ചിട്ട് 2-3 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ ഈ വേസ്റ്റുകളുണ്ട്. ഇത് 1, 2, 3, 4 ദിവസത്തെ വേസ്റ്റുകളല്ല, എത്രയോ ദിവസത്തെ വേസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ കുമിഞ്ഞ് കിടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡെയിലി ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ് വന്നു പോകുന്നൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തെ അതിൻ്റെ ഒരു പരിസരമാണിത്. അതിൻ്റെ പുറകുവശത്തെ കാഴ്ചയാണിത്. ഇത് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് എത്ര രൂപ ചിലവാകും? 1 കോടിയോ അല്ലെങ്കിൽ 2 കോടിയോ? അത്രയൊന്നും ആവില്ലല്ലോ അല്ലേ? ഞാനിപ്പം മുഴുവൻ ചുറ്റി നടന്ന് കറങ്ങി വന്നു. ഒരു സ്ഥലത്ത് പോലും ഒരു ഡസ്റ്റ്ബിൻ, KSRTCയുടെ ഭാഗത്ത് നിന്ന് സ്ഥാപിച്ച ഒരു വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ഒരു കൊട്ട പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇതിപ്പോൾ നമുക്ക് KSRTCയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ളൊരു അവസ്ഥ ഇതാണ്. എത്ര പൈസ ചിലവാകും ഇത്തരം രീതിയിൽ ഒരു ഡസ്റ്റ്ബിന്നോ വേസ്റ്റ് ബിന്നോ ഒരു നമ്മുടെ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്? കമ്പയർ ചെയ്യേണ്ടി വരും. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടു പഠിക്കടാ എന്ന് നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. സ്വാഭാവികമാണത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശമാണ് പോലും. ഈ പുറകുവശത്താണ് ഈ ഇവിടുത്തെ കണ്ടക്ടർമാരും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ വന്ന് മുള്ളുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതിലൂടെ നടക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു എന്നതിൽ ഞാൻ കൃതജ്ഞതനാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എത്രമാത്രം പരാജയമാണ് എന്നതിനുള്ള വളരെ ചെറിയൊരു ഉദാഹരണമാണ് എൻ്റെ കയ്യിലുള്ള ഈ പാക്കറ്റ്. ഇങ്ങനെയല്ല നമ്മുടെ ഒരു പ്രധാനപ്പെട്ട KSRTC ബസ് സ്റ്റാൻഡിനെ സംരക്ഷിക്കേണ്ടത്. എത്ര വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെയും വന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.